പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെയാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുഴുവൻ, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കും ആരാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളെന്ന് അറിയാം. തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ആ തങ്ങളുടെ വിയോഗത്തിൽ വേദനിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ അള്ളാഹുവിന്റെ വിധിക്ക് നമ്മൾ വിധേയരാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങളെ മുഴുവൻ മടക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. തങ്ങൾ പോയ വഴിക്ക് നമ്മളും പോകേണ്ടവരാണ്. തങ്ങളുടെ പിറകെ നമ്മളും അള്ളാഹുവിന്റെ പരിശുദ്ധ വിധിക്ക് വിധേയനായി, അള്ളാഹുവിന്റെ വിലക്കുകൾക്ക് വിധേയനായി നമ്മൾ പ്രവർത്തിക്കേണ്ടതും അള്ളാഹു വിളിക്കുമ്പോൾ തിരിച്ചു പോകേണ്ടവരുമാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരണം അള്ളാഹു നമുക്ക് നല്ല രീതിയിലാക്കി തരട്ടെ. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിന് ചെയ്തു കൊടുത്ത സേവന പ്രക്രിയയെ കുറിച്ച് നിങ്ങൾ നോക്ക്. ആ കുടുംബം വീട് മുഴുവൻ മലർക്ക് തുറന്നിട്ടുകൊണ്ട് സമുദായത്തിന് വേണ്ടി പ്രവർത്തിച്ചു. ഈ കോഴിക്കോട്ടാണ് തങ്ങൾ കുടുംബത്തെ നിങ്ങൾ ആദ്യം സ്വീകരിച്ചത്. നിങ്ങളാണ് ഭാഗ്യവാന്മാർ. മലപ്പുറത്തേക്ക് പിന്നെയാ വരുന്നത്. കേരളത്തിലേക്ക് പാണക്കാട് കുടുംബത്തിലെ ആദ്യത്തെ കണ്ണി വരുന്നത് നിങ്ങളെ കോഴിക്കോടിന്റെ മണ്ണിലാണ്. ഈ കോഴിക്കോട് കടപ്പുറത്ത് കപ്പലിറങ്ങിയിട്ടാ വരുന്നത്. സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി അദ്ദേഹമാണ് കോഴിക്കോട്ടേക്ക് വന്ന ആദ്യത്തെ പാണക്കാട് കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണി. പാണക്കാട് സയ്യിദ് കുടുംബത്തിൽ കേരളത്തിലേക്ക് ആദ്യം വരുന്നത് സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദറമി എന്ന പണ്ഡിതനാണ്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, പ്രോജ്വലനായിരുന്നു. നമ്മൾ അനുസ്മരിക്കുന്ന തങ്ങളെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട്ടുകാരെ മാറ്റിവെക്കാൻ പറ്റില്ല. ഇവിടെ വന്ന് ഇവിടെ അദ്ദേഹം ഈ സമൂഹത്തിന് മാതൃക കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ണൂരിൽ നിന്ന് അറക്കൽ രാജകുടുംബത്തിലെ പ്രതിനിധികളടക്കം പ്രഗത്ഭരായ മുസ്ലിങ്ങൾ വന്നുകൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി കണ്ണൂരിലേക്ക്. നിങ്ങൾ വിട്ടുകൊടുത്തു. വിശാല മനസ്കരായ കോഴിക്കോട്ടുകാർ കണ്ണൂരിലേക്ക് തങ്ങൾ പോയി. കണ്ണൂരിൽ കാളിയായി. അദ്ദേഹം അവിടെ തന്നെ ജീവിച്ചു, അവിടെ തന്നെ മരണപ്പെട്ടു. വളപട്ടണത്ത് പാണക്കാട് കുടുംബത്തിലെ കേരളത്തിലേക്ക് ആദ്യം വന്ന കണ്ണി അന്ത്യവിശ്രമം കൊള്ളുന്നത് കക്കുളങ്ങര പള്ളിയിലാണ്. കക്കുളങ്ങര പള്ളി എന്ന് പറയുന്നത് വളപട്ടണത്തെ മഹല്ല് പള്ളിയാണ്. നിങ്ങൾ വളപട്ടണത്ത് പോയി നോക്കിയാൽ കബറ് കാണാം. പാണക്കാട് കുടുംബത്തിൽ കേരളത്തിൽ വന്ന ഒന്നാമത്തെ തങ്ങൾ. അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അറക്കൽ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചു. അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച പ്രമുഖനായ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ പ്രിയപ്പെട്ട പുത്രൻ മുല്ലക്കോയ തങ്ങൾ. അദ്ദേഹം ഹുസൈൻ മുല്ലക്കോയ എന്ന് പറയുന്ന അദ്ദേഹം അവിടെ നിന്നും നിങ്ങളുടെയും കണ്ണൂർക്കാരുടെയും സ്വഭാവ രീതി അനുസരിച്ചുകൊണ്ട്, ട്രഡീഷൻ അനുസരിച്ചുകൊണ്ട് ഭാര്യ വീട്ടിലാണ് താമസിക്കുക. അദ്ദേഹം ഭാര്യ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടപ്പെടാതെ ഭാര്യയും കൊണ്ട് കോഴിക്കോട്ട് വന്നു. അങ്ങനെയാണ് കോഴിക്കോട്ട് അദ്ദേഹം കുമ്മട്ടി വീടെടുത്തത്. അദ്ദേഹമാണ് പള്ളി നിർമ്മിച്ചത് കോഴിക്കോട്. ഇളയന്റെ പള്ളി നിർമ്മിച്ചത് അദ്ദേഹമാണ്. ഇളയ എന്ന പേര് വരാൻ കാരണം അറക്കൽ രാജകുടുംബത്തിൽ വിവാഹം കഴിച്ചവർക്ക് ഇളയ എന്ന പേരുണ്ട്. ഇളയ രാജ, അത് ലോപിച്ചാണ് ഇളയ എന്ന പേരായത്. അദ്ദേഹം ഈ കോഴിക്കോട്ടാ ജീവിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് കുടുംബത്തിലെ ഒന്നാമത്തെ കണ്ണിയുടെ ഒരു പുത്രൻ ഇവിടെയാ ജീവിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ പ്രഗത്ഭനായ ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറത്ത് വിവാഹം കഴിച്ചു. അദ്ദേഹമാണ് മലപ്പുറത്തേക്ക് ആദ്യമായി കടന്നു വന്ന വ്യക്തി. ആദ്യം ഇവിടെ വന്നയാൾ വളപട്ടണത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകൻ കോഴിക്കോട്ട് വന്ന് താമസിച്ചു. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിന്റെ മകൻ സയ്യിദ് മുഹ്താറുൽ ഹദറമി മലപ്പുറത്ത് വിവാഹം കഴിച്ച് മലപ്പുറത്ത് വന്ന് താമസിച്ചു. മലപ്പുറത്ത് കാളിയായി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് മലപ്പുറം നഗരഹൃദയത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന മലപ്പുറത്തെ ശുഹദാ പള്ളിയുടെ ആ മക്കബറയിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു. ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിം സമൂഹത്തിന് പ്രചോദനം കൊടുത്ത, പോരാളികൾക്ക് പ്രചോദനം കൊടുത്ത സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. തൃക്കളൂർ സമരത്തിന് പ്രചോദനം നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി വൈദേശിക അധിനിവേശികൾക്കെതിരെ പൊരുതാൻ നേതൃത്വം കൊടുത്ത സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് വെല്ലൂരിൽ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ ഖബർ വെല്ലൂരിലാണ്. വെല്ലൂർ ബാക്കിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജിന്റെ സമീപത്തുള്ള പള്ളിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളുടെ ഖബറുണ്ട്. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു. ആ മകൻ പാണക്കാട് കുടുംബത്തിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ്. അദ്ദേഹമാണ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് കോയഞ്ഞിക്കോയ തങ്ങൾ. ആ മുഹമ്മദ് കോയഞ്ഞിക്കോയ തങ്ങളുടെ മകനാണ് PMSA പൂക്കോയ തങ്ങൾ. പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന പൂക്കോയ തങ്ങളുടെ മക്കളാണ് നമ്മൾ അനുസ്മരിക്കുന്ന സയ്യിദന്മാർ. അതിൽ പ്രധാനിയാണ് ഇപ്പൊ കടന്നുപോയ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ.
നിങ്ങൾ നോക്കൂ, മതരംഗത്തും പൊതുരംഗത്തും ഒരുപോലെ പ്രവർത്തിച്ചു, രണ്ടും ഒരുപോലെ കൈപ്പിടിയിൽ വെച്ചു. ഈ കേരളത്തിലെ വലിയ മതസംഘടനയായ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തലപ്പത്തിരുന്നു അദ്ദേഹം. കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നു അദ്ദേഹം. കേരളീയ മുസ്ലിങ്ങളുടെ മതത്തെയും രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്ന ഒരു മേശപ്പുറത്ത് ബഹുമാനപ്പെട്ടവർ ഈ സമൂഹത്തിന്റെ കാവലാളായി കാത്തിരുന്നു. ചായ കാച്ചി വെച്ച് ജനങ്ങൾക്ക് വേണ്ടി വീട് മലർക്ക തുറന്നിട്ടുകൊണ്ട് സമയമില്ലാതെ സമയക്രമമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യും, ജനങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു പ്രവർത്തകൻ അതായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ. ഒരു നേതാവായി ഒരിക്കലും അദ്ദേഹം ഈ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ അദ്ദേഹത്തിന് ആദരവ് വകവെച്ചു കൊടുത്തു എന്ന് മാത്രം. അഹങ്കാരമില്ലാതെ വാക്കുകളിലോ പ്രസംഗത്തിലോ പെരുമാറ്റത്തിലോ താനൊരു വലിയ സ്ഥാനത്തിരിക്കുന്ന തോന്നല് പോലുമില്ലാതെ ഏത് സാധാരണക്കാരനെയും ചേർത്ത് പിടിച്ചും സ്നേഹിച്ചും അവർക്ക് നന്മ പറഞ്ഞു കൊടുത്തും ഈ ഉമ്മത്തിന് കാവലാളായി നിന്നൊരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തോട് നമുക്കുള്ള കടപ്പാട് ചെറുതൊന്നുമല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ആ പെരുമാറ്റത്തിൽ നിന്ന് നേരിട്ട് പകർത്തിയെടുത്തതായിരുന്നു. ഹദീസിലും ചരിത്രത്തിലും ഒക്കെ പറഞ്ഞ പോലെ, തസൗഫിന്റെ കിതാബിൽ ഉദ്ധരിച്ചതുപോലെ, മുഖ്തസബത്തും മിൻ നൂരി മിഷ്കാത്തിൻ നുബുവ, നുബുവത്തിന്റെ പ്രകാശഗോപുരത്തിൽ നിന്നും പടർത്തിയെടുത്ത ഒരു കൈത്തിരി പോലെയായിരുന്നു. എത്ര നല്ല പെരുമാറ്റം! പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരെ കുറിച്ച് പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. നബിയെ, നിങ്ങൾ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ജനങ്ങളോട് നല്ല പെരുമാറ്റം കാണിച്ചു, അതുകൊണ്ട് ഒരുപാട് ആളുകൾ അങ്ങേ അംഗീകരിച്ചു എന്നതുപോലെ പരിശുദ്ധ പ്രവാചകരുടെ അതേ സ്വഭാവം ഏറ്റുപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ മനോഹരമായി തന്നെ ഈ സമൂഹത്തോട് പെരുമാറി, നല്ല നിലയിൽ പെരുമാറി. ആ നല്ല പെരുമാറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ കോഴിക്കോട്ട് വെച്ച് തങ്ങളെ അനുസ്മരിക്കുമ്പോൾ ഇതുകൊണ്ട് തീരുന്നില്ല. ഇവിടെയാണ് 3 സയ്യിദന്മാരും പഠിച്ചതും വളർന്നതും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, 3 പേരും ഈ കോഴിക്കോട്ട് കോയ വീട്ടിൽ സയ്യിദ് അഹമ്മദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങൾ എന്ന് പറയുന്ന പൂക്കോയ തങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിച്ച, മുത്തുബീവിയെ വിവാഹം കഴിച്ച തങ്ങളുടെ വീട്ടിലാണ് പഠിച്ചതും വളർന്നതും. എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ വീട്ടിൽ ആ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൂക്കോയ തങ്ങളുടെ പെങ്ങളെ വിവാഹം കഴിച്ച കോഴിക്കോട്ടെ പ്രസിദ്ധനായിരുന്ന കോയ വീട്ടിൽ സയ്യിദ് ശിഹാബുദ്ദീൻ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട 3 സയ്യിദന്മാരും പഠിച്ചതും വളർന്നതും. ആ കുടുംബത്തിന്റെ കണ്ണിയെ ആദ്യം സ്വീകരിച്ചതും നമ്മൾ അനുസ്മരിക്കുന്ന തങ്ങളെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും നിങ്ങളാണെന്നർത്ഥം. കോഴിക്കോട്ടുകാർ, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ അനുസ്മരണം ഇവിടെ നടക്കുമ്പോൾ ഞാനത് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃതം ചെയ്ത ഒരു പ്രദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ സുഹൃതത്തിന്റെ കണ്ണിയായി കൈത്തിരിയായി വന്നതായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ നല്ല വീട് നിർമ്മിച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കാനുള്ള പ്രചോദനം പോലും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഒരുപാട് ആളുകൾ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലത്തീഫ് സാഹിബുമായുള്ള കടപ്പാടും കടമയും നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, തങ്ങൾ നമുക്ക് കാണിച്ചു തന്നൊരു മാതൃക ഒരുമയോടെ നിൽക്കുക എന്നതാണ്. എങ്ങനെയാണ് ഒരു വീടുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞത്? നമ്മളെല്ലാവരും സംഘം ചേർന്ന് നിന്നതുകൊണ്ട്. അതുകൊണ്ട് വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കാൻ പാടില്ല. ഭിന്നതയാണ് മുസ്ലിം ഉമ്മത്തിനെ ലോകത്ത് തകർത്തെറിഞ്ഞത്. ലോകത്തെ മുസ്ലിങ്ങൾ തകർന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. എന്നെ കേൾക്കുന്നവരും കാണുന്നവരുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ലോകത്ത് തകർന്നത് 2 കാരണങ്ങൾ കൊണ്ടാണ്. 1, മുസ്ലിങ്ങൾ ഭിന്നിച്ചു. 2, മുസ്ലിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി. ഇസ്ലാമിൽ നിന്ന് നമ്മൾ അകലുന്നുവെങ്കിൽ ആ അകൽച്ച നമുക്ക് വലിയ പരുക്കേൽപ്പിക്കും. ആ അകൽച്ച കൊണ്ട് നമുക്ക് വലിയ അപകടമുണ്ടാകും. അതുകൊണ്ട് എല്ലാ പൊതുപ്രവർത്തകരും സാധാരണക്കാരും സദസ്സിലെ ആളുകളും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ഉമ്മത്ത് ലോകത്ത് വിജയിച്ചിട്ടുള്ളത് ഇസ്ലാം കൊണ്ടാണ്. ദീന് വിട്ട് കളിക്കരുത്, ഇസ്ലാമിന്റെ പരിധിക്കപ്പുറത്തേക്ക് പോകരുത്. തങ്ങൾ നമ്മളെ പഠിപ്പിച്ചൊരു പാഠം അതാണ്. മഹാനായ ഖായിദുൽ ഖൗം ബാഫഖി തങ്ങൾ പറഞ്ഞ അതാണ്. നിങ്ങളത് മറന്നു പോകരുത്. ആദ്യം മുസ്ലിം ആകണം, പിന്നെ ലീഗാവണം എന്നാണ് ബാഫഖി തങ്ങൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗിൽ ആ മുസ്ലിങ്ങൾ ഉണ്ടാകും, അവരെല്ലാവരും മുസ്ലിം ആകണം എന്നല്ല, അവനവന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കണം എന്നതാണ്. നിങ്ങൾ ഓരോരുത്തരും മതത്തിന് പ്രാമുഖ്യം കൊടുക്കണം, ദീനിന് പ്രാമുഖ്യം കൊടുക്കണം. ഇസ്ലാമിക ബോധമില്ലെങ്കിൽ ഈ ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്ന് നമ്മൾ ലോകത്ത് അപകടത്തിൽ അല്ലെങ്കിൽ പ്രയാസത്തിൽ ബുദ്ധിമുട്ടിൽ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, KMCC എന്ന് പറയുന്ന ഈ കൂട്ടായ്മ കൊണ്ട്
നമ്മുടെ കേരളത്തിന് പുറത്തും നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നേരത്തെ അവിടെ സൂചിപ്പിച്ചു. എത്ര ആളുകൾക്കാണ് KMCC സഹായം ചെയ്തത്? നിങ്ങൾ ദുബൈയിൽ ചെന്ന് നോക്ക്. അവിടുത്തെ ഗവൺമെന്റ് പോലും അംഗീകരിച്ചൊരു സംഘടനയാണ്. ഗവൺമെന്റിന് പോലും ഈ സംഘടനയെ കൃത്യമായി അറിയാം. KMCCയുടെ പ്രവർത്തനത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. KMCCക്ക് എല്ലാ പ്രചോദനങ്ങളും നൽകുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ദുബൈയിലെ ഇന്റർനാഷണൽ ഖുർആൻ അവാർഡ് അത് നൽകുന്നതിന് വേണ്ടി വലിയൊരു ചടങ്ങ് അവിടെ സംഘടിപ്പിക്കാറുണ്ട്. അതോടനുബന്ധിച്ചുകൊണ്ട് പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. KMCCക്ക് അതിലൊരു പ്രതിനിധിയെ പ്രസംഗിക്കാൻ അനുമതി ലഭിക്കാറുണ്ട്. ഒഫീഷ്യലായി അവിടുത്തെ ഗവൺമെന്റ് KMCCക്ക് കൊടുക്കുന്ന പ്രത്യേകതയാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KMCCയുടെ പ്രത്യേകത അതാണ്. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ മക്ക പട്ടണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന KMCCയുടെ വളണ്ടിയർമാരെ കാണാം. അവരെ ഹിദ്മത്ത് ചെയ്യുന്നത് കാണാം. മിനായിലും അറഫയിലും അവർ വഴികാട്ടികളും സഹായികളുമായി നിൽക്കുന്നത് കാണാൻ കഴിയും. എന്ത് അത്ഭുതമാണത്! ഇന്ന് നിങ്ങൾ നോക്ക്, യുദ്ധം നടക്കുന്ന സമയത്ത് പോലും നിങ്ങൾ കണ്ടില്ലേ? ഉക്രൈനിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും KMCCയുടെ പ്രവർത്തകർ ഇടപെട്ടു. ഇത്ര വലിയ നെറ്റ്വർക്കുള്ള, ഇത്ര വലിയ സേവന സജ്ജരായ ഒരു ടീമിനെ വാർത്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലത്തീഫ് സാഹിബിനെ പോലുള്ള ആളുകൾ KMCCയുടെ പ്രവർത്തകരുടെ പലരും ഇരിപ്പുണ്ടാവും. അവരൊക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ ദുബായിൽ പോയി നോക്ക്. ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ടുള്ള ഇഫ്താർ ഇനി ആരംഭിക്കാൻ പോവാണ്. ആ ഇഫ്താറിന് വേണ്ടി പ്രത്യേക ടെന്റുകൾ കെട്ടുകയാണ്. ദുബായ് KMCCയുടെ ഓഫീസിനോടനുബന്ധിച്ചുകൊണ്ട് വലിയ ടെന്റ്. ഞാൻ അവിടെ പലപ്പോഴും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ നിരന്നു നിന്നുകൊണ്ട് നോമ്പ് തുറക്കുന്ന ആ ഒരു രംഗമുണ്ട്. ഒരു നയാ പൈസ അവർ കൊടുക്കണ്ട. അവരാ നോമ്പ് തുറക്കുന്ന സമയത്ത് വന്നാൽ മതി. അവർക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും, ഒന്നും രണ്ടും പേരല്ല, വളരെ കൃത്യമായി അവർക്ക് ഭക്ഷണം ഒരുക്കിക്കൊണ്ട് അവരെ സൽക്കരിച്ചുകൊണ്ട് അത്ഭുതം തീർക്കുന്ന പ്രവർത്തനം ഒരു സംഘടനക്കും അത് കഴിയുന്നില്ല. അത്ര വലിയൊരു ടെന്റാണ് അവർ ഒരുക്കുന്നത്. അതുപോലെ പാവപ്പെട്ടവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും. ദുബായ് KMCCയുടെ ഓഫീസ് തന്നെ പോയി നോക്കൂ. ഒരു സെക്രട്ടേറിയറ്റ് പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലായി നിർവഹിക്കാൻ അവിടെ സ്റ്റാഫുണ്ട്, സംവിധാനമുണ്ട്. അവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ നീക്കുവാൻ, അതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഒരാൾക്ക് അഭയകേന്ദ്രമായ ഒരു KMCC ഓഫീസ് എത്ര മനോഹരം! നമ്മുടെ കൂട്ടായ്മയുടെ ഫലമാണ്. ആ കൂട്ടായ്മയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഒരുമിച്ച് നിന്നാൽ പലതും നേടാൻ കഴിയുമെന്നതിന്റെ കൃത്യമായ രൂപം, ഭിന്നിച്ചാൽ പലതും നഷ്ടപ്പെടുമെന്നതിന്റെ കൃത്യമായ പാഠം. മറ്റാർക്കും കഴിയാത്തത് കേരളീയ ഉമ്മത്തിന് സാധിച്ചത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഓർക്കണം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ 20 or 25 കോടി ഉണ്ടാവും. 25 കോടി മുസ്ലിം ഇന്ത്യയിലുണ്ടെങ്കിൽ, ഔദ്യോഗിക കണക്ക് പ്രകാരം 20 കോടി ഉണ്ടെങ്കിൽ അതിന്റെ 5% താഴെ മാത്രമേ കേരളത്തിലുള്ളൂ. 95% ഇന്ത്യൻ മുസ്ലിങ്ങളും കേരളത്തിന്റെ പുറത്താണ്. ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളുടെ 5% തികയില്ല കേരളത്തിൽ, കണക്ക് പറയട്ടെ. പക്ഷെ ഈ 5% ഇന്ത്യയിലെ 95% വരുന്ന മുസ്ലിങ്ങൾക്കും ദിശാബോധം കൊടുക്കുന്നത്. അതെന്തുകൊണ്ട്? അവിടെയാണ് പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകത. ആ കുടുംബത്തിന്റെ നേതൃനിരയുടെ പ്രത്യേകത. അവര് മതവും രാഷ്ട്രീയവും ഒരുപോലെ കൈവച്ചുകൊണ്ട് മതപരമായ ഉമ്മത്തിനെ പ്രബുദ്ധവൽക്കരിച്ച് രാഷ്ട്രീയമായ ഉമ്മത്തിനെ ഒരുമിച്ച് നിർത്തി ഒരേ ദിശയിൽ സഞ്ചരിപ്പിച്ചു ഈ സമൂഹത്തിൽ. അതിൽ വലിയ പങ്ക് വഹിച്ച മഹാൻ പാണക്കാട്ട പൂക്കോയ തങ്ങൾ, അത് കഴിഞ്ഞ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, കടന്നുപോയ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ചെയ്ത സേവന പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഈ ഉമ്മത്തിൽ ഇവിടെ എത്തിയത്. ഒരു ഉമ്മത്തിന് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് കാര്യം പറഞ്ഞാൽ ജനം സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു കബൂലിയത്ത് എന്ന് പറയും. അങ്ങനത്തെ ഒരു നേതാവ് ഉണ്ടാവുക എന്നത്, അങ്ങനത്തെ ഒരു നേതാവിനെ തരിക എന്നത്. അങ്ങനത്തെ ഒരു നേതാവിനെ പടച്ചറപ്പ് നമുക്ക് തന്നു, അല്ലെങ്കിൽ ഒരു നേതൃ കുടുംബത്തെ തന്നു. അള്ളാഹു ഒരു ഉമ്മത്തിനെ അനുഗ്രഹിക്കുമ്പോഴാണ് അവർക്ക് നല്ലൊരു നേതൃത്വത്തെ പ്രദാനം ചെയ്യുന്നത്. ആ ഒരു നല്ല നേതൃത്വം അള്ളാഹു നമുക്ക് നൽകി. അത് നമുക്ക് കിട്ടിയ വലിയ ഭാഗ്യമാണ്. ആ മഹാഭാഗ്യത്തിന്റെ തണലിലാണ് കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് ഈ വിധം ഉയർന്നു വളർന്നത്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ആ പാണക്കാട്ട മുറ്റത്ത് നോക്കൂ, നിങ്ങൾ അന്യമതസ്ഥർ പോലും പോയി കൈ നീട്ടുകയാണ്. വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തിയ ഒന്നിലധികം അനുഭവങ്ങൾ ഉണ്ടായി. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തു, ഡോക്യുമെന്ററി വന്നു, പലരും അത് ചരിത്ര കഥകളാക്കി മാറ്റി. ഇപ്പോഴും പാണക്കാട് കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് ആ മുസ്ലിങ്ങൾ വരും. അവിടെ ജാതിയില്ല, അവിടെ മതമില്ല, അവിടെ മനുഷ്യത്വത്തിന്റെ ഭാഷയുണ്ട്. എന്നാൽ അവിടെ ഇസ്ലാമുണ്ട്, ദീനുണ്ട്. ഇസ്ലാമികമായ ദീനീ ബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ അന്യമതസ്ഥരോട് സൗഹൃദ സമീപനം സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ രാജ്യത്തിന്റെ റിലീജിയസ് പ്ലൂറലിറ്റി എന്ന് പറയുന്ന, അതല്ലെങ്കിൽ ഒരു മൾട്ടി റിലീജിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ എല്ലാ ജാതി മതസ്ഥരോടും മനുഷ്യത്വത്തിന്റെ മാനദണ്ഡത്തിൽ പെരുമാറി സമൂഹത്തിൽ
ഉന്നത സ്ഥാനീയരായി നിൽക്കുന്ന ഒരു കുടുംബം ഇത് ചെറുതല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നല്ല പെരുമാറ്റം, ആ നല്ല പുഞ്ചിരി അത് മാഞ്ഞുപോയി. പക്ഷെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞു പോയാലും മനസ്സിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ല. അത്രമേലും നമ്മൾ ആ കുടുംബത്തെ സ്നേഹിച്ചു പോയി, അത്രമേലും നമ്മൾ ആ കുടുംബത്തോട് കടപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് നിങ്ങളെ മനസ്സിനെ കൊണ്ടുവരികയാണ് ഞാൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഏതൊരു സാധാരണക്കാരനാണെങ്കിലും ഏത് പ്രമുഖനാണെങ്കിലും ശരി, പാണക്കാട് വീടിന്റെ മുറ്റത്ത് അവർക്ക് യാതൊരു തരത്തിലുള്ള ശുപാർശകളും ആവശ്യമില്ലാത്ത വിധം ആ മേശപ്പുറത്ത് ചെന്ന് നിൽക്കാം. നേരത്തെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, മുൻകൂട്ടി എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു നേതൃനിര നമ്മുടെ സമൂഹത്തിൽ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? അതിലുപരി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ സ്ഥാനമാനം വഹിക്കുന്ന ഒരു വ്യക്തി, കേരള രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു മേശപ്പുറം. പക്ഷെ ആ കുടുംബത്തിൽ ഒരാളും ആ പവർ വെച്ചുകൊണ്ട് കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ ആ കുടുംബം നയിക്കുന്ന പാർട്ടി MLA-മാരെ ഉണ്ടാക്കി, മന്ത്രിമാരെ ഉണ്ടാക്കി, ഉപമുഖ്യമന്ത്രിയായി, മുഖ്യമന്ത്രിയായി. പക്ഷെ ആ സ്ഥാനമാനങ്ങളിലേക്കൊന്നും ആ കുടുംബത്തിൽ ഒരാളെയും അവർ പറഞ്ഞയച്ചില്ല. ഈ രീതിയിലൊരു നേതൃനിര അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഒരു പാർട്ടിയുടെ പരമാധ്യക്ഷൻ എന്നതിലുപരി കേവലം ഒരു പ്രസിഡന്റോ അധ്യക്ഷനോ അല്ല, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ അന്തിമ തീരുമാനമാണ്. ആ അന്തിമ തീരുമാനത്തിന്റെ കേന്ദ്രത്തിൽ അവർക്ക് സ്വന്തമായി ഉയർച്ചക്കുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ കഴിയും. പക്ഷെ ഒരിക്കലും അവരത് ചെയ്തില്ല. ആ ഒരു മാനദണ്ഡമേ സ്വീകരിച്ചില്ല. ആ ഒരു പവിത്രത, അഴിമതിയുടെ കറ പുരരാത്ത, ആക്ഷേപത്തിന്റെ കറകളേൽക്കാത്ത, ഏത് ജാതി വംശർക്കും വിരുദ്ധ പാർട്ടിക്കാർക്ക് പോലും സ്വീകാര്യതയുള്ള ഒരു കുടുംബം അവരെ പോലും നല്ല നിലക്ക് മാത്രമേ അനുസ്മരിക്കൂ. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അതേ പാരമ്പര്യം ഹൈദരലി ശിഹാബ് തങ്ങൾ കൂടുതൽ ഭാരം ചുമന്നിരുന്നു. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പെട്ടെന്നുള്ള വിയോഗത്തോടു കൂടി വലിയ ഭാരം അദ്ദേഹത്തിന്റെ തലയിൽ വന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഓടി നടക്കേണ്ടി വന്നു. ഒരേ ദിവസം തന്നെ ഒരുപാട് പരിപാടികൾ. കണ്ണൂർ കാസർഗോഡ് മേഖലയിലേക്ക് പുറപ്പെട്ടാൽ നിരന്തരമായ പരിപാടികൾ ഇവിടെയുള്ള പൊതുപ്രവർത്തകർക്ക് അറിയാം. വേദികളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹംസ സാഹിബ് അടക്കമുള്ള ആളുകൾക്കൊക്കെ വളരെ അടുത്ത ബന്ധവും ആ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരവും അതിന്റെ ബാഹുല്യത്തിന്റെ ഗൗരവമൊക്കെ അറിയാവുന്നവരാണ്. ഓടി നടക്കുന്നു. എന്നാൽ പോലും രാത്രി 2 മണിക്കോ 3 മണിക്കോ പാണക്കാട്ട് വീട്ടിൽ വന്നണഞ്ഞാൽ സുബഹിക്ക് ജമാഅത്തിന് പാണക്കാട്ട് പള്ളിയിൽ ഉണ്ടാവും. സുബഹിയുടെ ജമാഅത്തിന് പാണക്കാട് പള്ളിയിൽ നിസ്കാരം ആരംഭിക്കുന്നതിന് അല്പം മുമ്പെത്തി സുന്നത്ത് നമസ്കരിച്ച് കാത്തിരിക്കുന്ന തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പലർക്കും തങ്ങളുടെ ആ സമയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ തങ്ങളെ കാണാൻ വേണ്ടി പല ആളുകളും ഈ സുബഹിയുടെ ജമാഅത്തിന് വരാറുണ്ട്. ആ സുബഹിയുടെ ജമാഅത്തിന് വന്നാൽ എന്തൊരു പ്രയാസമാ. വേഗം പോയി സുബഹിക്ക് ശേഷം ഒന്ന് കിടന്നുറങ്ങാൻ തങ്ങൾ നിർബന്ധിതനാണ്. ആ സമയത്ത് പോലും വന്നവരെ വീട്ടിന്റെ വരാന്തിൽ വെച്ച് പിരിച്ചയച്ചിട്ടേ തങ്ങൾ പോകും. നമ്മളൊക്കെ ആ സമയത്ത് പോകാൻ വളരെ പ്രയാസപ്പെടലാണ്, വേണ്ടെന്ന് വെക്കലാണ്. പക്ഷെ അത്യാവശ്യം ചില ഘട്ടത്തിൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അത് തന്നെ തങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയും. ഒന്ന് വിശ്രമിക്കാൻ അവസരം കൊടുക്കാതെ ആ ബഹുമാനപ്പെട്ട സയ്യിദിനെ നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തി. അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര് പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ റജുലൻ ഇസ്തഅമലഹു എന്ന്. അള്ളാഹു ഒരു മനുഷ്യനെ വല്ലാതെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും. പരിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്താണ് അതിന്റെ ഉദ്ദേശം നബി തങ്ങളെ? കൈഫ യസ്തഅമലുഹു യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ ഉപയോഗപ്പെടുത്തൽ? അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു കൊടുത്തു, അയ്യുവഫിഖഹു ലിൽ അമലി സ്വാലിഹി ഖബ്ലൽ മൗത്ത്, മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് നല്ല കാര്യം ചെയ്യാൻ അവസരം കൊടുക്കുക. തന്റെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ച് ഓർത്ത് നോക്ക് നിങ്ങൾ. തങ്ങൾ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ കുറിച്ച് ഓർത്ത് നോക്ക് നിങ്ങൾ. ഈ കോഴിക്കോട്ടെ മുസ്ലിമായ മനുഷ്യൻ, അവന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ശശി എന്നോ മറ്റോ ആണ്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തിയിരുന്നു. തങ്ങളുടെ വിവിധ ഫോട്ടോകൾ. ആ ഫോട്ടോയും കൊണ്ട് അയാൾ ഹൈദരലി ശിഹാബ് തങ്ങളെ സമീപിച്ചു. തങ്ങൾ രസകരമായി ചോദിച്ചു അത്രേ, ഞാൻ മരിച്ചാലും നീ എന്റെ ഫോട്ടോ ഇങ്ങനെ പ്രദർശിപ്പിക്കുമോ എന്ന്. എന്നിട്ട് ആ സുഹൃത്ത് തങ്ങൾ മരിച്ചെന്ന് മലപ്പുറത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, ഒരു മീഡിയ അത് റിപ്പോർട്ട് ചെയ്തു, ലൈവ് മീഡിയ. അയാൾ പറഞ്ഞു, ഇത്ര പെട്ടെന്ന് തങ്ങൾ ആ പറഞ്ഞ കാര്യം വരുമെന്ന് ഞാൻ ഓർത്തില്ല. എന്റെ മകളെയും കൊണ്ട് ഞാൻ ഈ വീട്ടുമുറ്റത്ത് വന്നിട്ടുണ്ട്. അയാൾ പറയാ, എന്റെ മകളോട് തങ്ങൾ കാണിച്ച സ്നേഹം വല്ലാത്തതാ.
മകൾക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ തങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. തങ്ങൾ മരിച്ചപ്പോൾ ആ കുടുംബം കരയുന്നു. ആ മുസ്ലിം കുടുംബം ചിന്തിക്കണം നിങ്ങൾ, മുസ്ലിം കുടുംബമല്ല. അവർക്ക് തങ്ങളുമായി മതകീയ ബന്ധമൊന്നുമില്ല, രാഷ്ട്രീയ ബന്ധവുമില്ല. പക്ഷെ ആ ഒരു സ്നേഹബന്ധം ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തു. ആ സ്നേഹബന്ധത്തിന് വലിയ വിലയുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ചതിന്റെ വഴിയടയാളമാണ്. നമ്മളും അങ്ങനെയാവണം. തങ്ങളെ സ്നേഹിക്കുന്നവർ സമൂഹത്തിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. അപ്പോഴേ സമൂഹത്തിൽ ഈ പ്രവർത്തനത്തിന് പരലോകത്ത് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. 2 ബൈത്തുർ റഹ്മകൾ എടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ചെയ്തിരിക്കുന്നത് വലിയ കാര്യമാണ്. തങ്ങളേറെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. എപ്പോഴും ജീവകാരുണ്യ പ്രവർത്തനത്തിന് വലിയ താല്പര്യം കാണിക്കുന്ന ആളാ തങ്ങൾ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിലാണല്ലോ ബൈത്തുർ റഹ്മ. ആ തങ്ങൾ ആഗ്രഹിച്ചത് അങ്ങനെ തന്നെ പടച്ചിറപ്പ് നടത്തി കൊടുത്തു. ചില ആളുകൾ അങ്ങനെയാണ്. മരണപ്പെട്ടാലും അവർക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. മരണപ്പെട്ടാലും അള്ളാഹുവിന്റെ പ്രചോദനം അവർക്കൊപ്പം ഉണ്ടാകും. നമ്മളൊരു ചെറിയ നന്മ ചെയ്താലും സുഹൃത്തുക്കളെ, അതിന്റെ ഗുണം വളരെ വലുതാണ്. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനോഹരമായി രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം. നമ്മുടെ ഒരു ബൈത്തുർ റഹ്മ നിർമ്മിക്കുമ്പോൾ അതിന്റെ പ്രത്യേകത എത്രയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം. സ്വാലിഹ് നബി ജീവിച്ചിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് ഏറ്റവും മോശപ്പെട്ട ഒരാൾ ജീവിച്ചിരുന്നു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിധം ഹയാത്തുൽ ഹയവാൻ എന്നൊരു കിതാബുണ്ട്. പണ്ഡിതന്മാർ ആരെങ്കിലും സദസ്സിലുണ്ടെങ്കിൽ അവർക്ക് ആ കിതാബ് ഓർമ്മയുണ്ടാവും. അതിന്റെ 1-ാം വാള്യത്തിൽ പറയുന്നുണ്ട്, ഈ വ്യക്തി വലിയ തമ്മാടിയായിരുന്നു, വലിയ ക്രൂരനായിരുന്നു. അയാളുടെ ജോലി പ്രഭാതമായാൽ ഒരു കയറെടുത്തുകൊണ്ട്, ആയുധമെടുത്തുകൊണ്ട് കാട്ടിലേക്ക് കടന്നു ചെന്ന് വിറക് വെട്ടിക്കൊണ്ടുവന്നത് വിൽക്കുക. ആ വില ഉപയോഗിച്ചുകൊണ്ട് മദ്യപിച്ചും തമ്മാടിത്തം കാണിച്ചും സമൂഹത്തിൽ ക്രൂരനായി അവന്റെ വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ തിന്മകൾ പ്രചരിപ്പിക്കുക. കുട്ടികളും ചെറുപ്പക്കാരും സ്ത്രീകളും ഒക്കെ ഇവനെ കൊണ്ട് ബുദ്ധിമുട്ടിയപ്പോൾ ആ ക്രൂരനും വൃത്തികെട്ടവനുമായ മനുഷ്യനെ കുറിച്ച് പരാതിപ്പെടാൻ വേണ്ടി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ചെന്നു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അവന്റെ കാര്യം ഞാൻ അള്ളാഹുമായി കൂടിയാലോചിക്കട്ടെ. അള്ളാഹുമായി കൂടിയാലോചിച്ച ശേഷം വഹീന്റെ അടിസ്ഥാനത്തിൽ സ്വാലിഹ് നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ പിരിഞ്ഞു പോയിക്കൊള്ളൂ. അവൻ നാളെ കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ, നാളെ അവൻ മരിക്കും. അള്ളാഹു ഉറപ്പ് തന്നിട്ടുണ്ട്. അവന്റെ ശല്യം അവസാനിക്കാൻ പോവാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി അവൻ മരിച്ചു പോകും. ഇതൊക്കെ പോകും, നിങ്ങളൊക്കെ പോയിക്കോളൂ. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകരല്ലേ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത്. ജനങ്ങളൊക്കെ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ പതിവ് പോലെ ഇവൻ മല കയറുകയാണ്. കിതാബിൽ ഈ രംഗം അങ്ങനെ തന്നെ വിശദീകരിക്കുന്നു. ആളുകൾ ഇങ്ങനെ നോക്കി നിന്നു, ഒരു യാത്രയപ്പന്റെ നോട്ടം പോലെ. ഞാൻ ഈ പറയുന്നതിൽ നിങ്ങൾക്കൊരു ഗുണപാഠമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആളുകൾ ഇങ്ങനെ നോക്കി നിന്നു. അവൻ അവസാനിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ടായി. അവൻ പോയി. എന്നാൽ നേരം വൈകുന്നേരമായി, അസറിന്റെ സമയമാകുമ്പോൾ അവൻ പതിവ് പോലെ വിറകിന്റെ കെട്ടും ചുമന്നുകൊണ്ട് മലയിറങ്ങി വരുന്ന കാഴ്ച കണ്ടു. ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. അവൻ മരണപ്പെട്ടു പോകുമെന്ന് ഉറപ്പ് പറഞ്ഞ പ്രവാചകൻ അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിലല്ലേ പറഞ്ഞത്. പിന്നെ ഇവൻ എന്താ ജീവനോട് ഇറങ്ങി വരുന്നത്? ആളുകൾ ഓടി സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ വീണ്ടും ചെന്ന് പറഞ്ഞു, നബിയെ, അവൻ വന്നിരിക്കുന്നു. സ്വാലിഹ് നബി ചോദിച്ചു, അവൻ തന്നെയാണോ? നിങ്ങൾ നോക്കിയോ? ആളുകൾ പറഞ്ഞു, അതെ, അവൻ തന്നെയാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയോ? ആളുകൾ തീർത്തു പറഞ്ഞു, നബിയെ, ഫഖദ് ജാഅ ബിഹതബിഹി സാലിമാ, ഫഖദ് ജാഅ ബിഹതബിഹി സാലിമാ. അവന്റെ വിറകിന്റെ കെട്ട് കൊണ്ട് സുരക്ഷിതനായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. നബി തങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പരിശുദ്ധ പ്രവാചകർ സ്വാലിഹ് നബി തങ്ങൾ പറഞ്ഞു, അവനൊന്ന് വിളിക്കുവോ ഇങ്ങോട്ട്. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് അവനെ കൊണ്ടുവന്നു. അവൻ വന്നു. അവന്റെ വിറകിന്റെ കെട്ട് അവിടെ വെക്കാൻ പറഞ്ഞു, വെച്ചു. പരിശുദ്ധ പ്രവാചകർ ഈ ജനത്തിന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു, ഇന്ന് നീ എന്തു സൽക്കർമ്മമാണ് പ്രത്യേകമായി ചെയ്തത്? അവൻ പറഞ്ഞു, ഞാൻ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്നും വിറക് വെട്ടാൻ പോകുന്നു, വിറക് വെട്ടി തിരിച്ചു വന്നു. പ്രവാചകർ ചോദിച്ചു, നീ ഒന്ന് ശരിക്കും ആലോചിച്ചതോ? എന്നും ചെയ്തതിനേക്കാൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നീ കൂടുതൽ ചെയ്തിട്ടുണ്ടോ? അവൻ പറഞ്ഞു, കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒന്നുകൂടി നീ ആലോചിച്ച് നോക്ക്. രാവിലെ നീ പുറപ്പെടുമ്പോ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ടോ? അവൻ അല്പസമയം ആലോചിച്ചിട്ട് പറഞ്ഞു, എന്നും ഞാൻ പുറപ്പെടുമ്പോ 2 വലിയ റൊട്ടി ഉണ്ടാക്കി, ഹുബുസൻ നമ്മൾ പറയുന്ന, വിദേശത്തൊക്കെ നമ്മൾ കഴിക്കുന്ന വലിയ റൊട്ടി, 2 എണ്ണം ഉണ്ടാക്കി അത് വയറ് നിറച്ച് തിന്നിട്ടാണ് ഞാൻ പോകാറുള്ളത്. ഇന്ന് ഞാൻ രാവിലെ 2 റൊട്ടി ഉണ്ടാക്കി പതിവ് പോലെ ഭക്ഷിക്കാൻ ആരംഭിച്ചു. 1-ാമത്തെ റൊട്ടി ഭക്ഷിച്ച് കഴിയുമ്പോൾ എന്റെ വീട്ടിന്റെ മുമ്പിൽ ഒരാൾ വന്ന് മുട്ടി. ഞാൻ തുറന്നു നോക്കുമ്പോൾ ഒരു പാവം
പട്ടിണി കിടന്ന് വിഷമിച്ചു വരുന്ന ഒരു മനുഷ്യനാണ്. അയാൾ എന്നോട് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് അന്നം തരുമോ? ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു റൊട്ടി കഴിച്ചല്ലോ, ഇനി ഒന്ന് ബാക്കിയുണ്ട്, എനിക്ക് പകുതി വയറായി, ഇത് അവന് കൊടുക്കാം. ഞാൻ അയാൾക്ക് കൊടുത്തു. ആ റൊട്ടി അവന് കൊടുത്ത് ഇന്ന് പകുതി വയറുമായിട്ടാണ് ഞാൻ പോയത്. എന്നും ഞാൻ വയറ് നിറച്ച് 2 റൊട്ടി തിന്നിട്ടാ പോവാറുള്ളത്. ഈ ഒരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ പ്രവാചകരുടെ സംഭാഷണം നിർത്തി, അള്ളാഹുവിന്റെ വഹ്യ് കിട്ടി. വഹ്യിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ പ്രവാചകർ പറഞ്ഞു, ജനങ്ങളെ, ഇവൻ ജീവിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഇവൻ മരിക്കേണ്ടതായിരുന്നു, അള്ളാഹു വാക്ക് കൊടുത്തതാ. പക്ഷെ അള്ളാഹുവിന്റെ ഖലാ അള്ളാഹു തിരുത്തും. ഒന്ന് പ്രാർത്ഥന കൊണ്ട്, മറ്റൊന്ന് ദാനധർമ്മം കൊണ്ട്. ഹദീസിലുള്ളതാണ്. അള്ളാഹു ഒരു വിധി വിധിച്ചാൽ ആ വിധി തിരുത്താൻ ഈ 2 വഴിയേ ഉള്ളൂ. ഒന്ന് പ്രാർത്ഥന, മറ്റൊന്ന് ദാനധർമ്മം. ഈ വ്യക്തി രാവിലെ തന്നെ ഒരു പട്ടിണി പാവത്തെ ഒരു റൊട്ടി കൊടുത്തൂട്ടി. അതുകൊണ്ട് ഇവനെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച തീരുമാനം അള്ളാഹു തിരുത്തി. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി വഹീന്റെ അടിസ്ഥാനത്തിൽ കിതാബിൽ പറയുന്നു, ബഹുമാനപ്പെട്ട സ്വാലിഹ് നബി തങ്ങൾ അവനോട് പറഞ്ഞു, ഹല്ലഹ തബക്ക, നിന്റെ വിറകിന്റെ കെട്ടൊന്നഴിക്ക്. അവൻ തന്റെ കെട്ടിപ്പൂട്ടിയ വിറകിന്റെ കെട്ടഴിച്ചപ്പോൾ ജനങ്ങൾക്ക് മുഴുവൻ കാണാവുന്ന വിധം ഒരു മരത്തിന്റെ തണ്ടിൽ ഫൈദാഹി അസ്വദുൻ സാലിഹ് എന്ന് പറഞ്ഞാൽ, അസ്വദുൻ സാലിഹ് എന്നാൽ കരിമൂർഖൻ പാമ്പ് എന്നാണ്. ഒരു കരിമൂർഖൻ പാമ്പ് സ്പ്രിങ് പോലെ അവന്റെ വിറകിന്റെ ഒരു കൊള്ളിയിൽ ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. അതിങ്ങനെ ഉയർന്നു വന്ന് ഫണം വിടർത്തി ആടി. പ്രവാചകർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, അവനെ കൊല്ലാൻ, അവനെ നശിപ്പിക്കാൻ, അവന്റെ കാലം അവസാനിപ്പിക്കാൻ അള്ളാഹു എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. പക്ഷെ ആ പാമ്പിനെ അള്ളാഹു അടക്കി കിടത്തി. എന്തിന്? അവൻ ഈ ദാനധർമ്മം കൊടുത്ത മനുഷ്യൻ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു റൊട്ടി കൊടുത്തപ്പോൾ ജീവിതം നീണ്ടു കിട്ടി. ഒരു കഷ്ണം റൊട്ടിക്ക് കിട്ടുന്ന, ഒരു പത്തിരിക്ക് കിട്ടുന്ന, ഒരു ചപ്പാത്തിക്ക് കിട്ടുന്ന ഗുണമാണ് കണ്ടത്. ഹദീസിൽ ചരിത്രത്തിൽ പറയുന്നുണ്ട്. നമ്മളൊരു വീട് നിർമ്മിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം ചെറുതാണോ? അതിന് ചെറിയ സഹായം കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ചെറുതാണോ? മരണാനന്തരം ഒരു ജീവിതമില്ലേ നമുക്ക്? ആ മരണാനന്തര ജീവിതത്തിലേക്ക് വെളിച്ചം വീശുന്ന ഉത്ബോധനമല്ലേ ഇസ്ലാമിന്റെ ഉത്ബോധനം? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ പ്രവർത്തനം 100% പ്രതിഫലാർഹമാണ്. ആ 100% പ്രതിഫല പ്രവർത്തനത്തിന്റെ സാക്ഷികളാണ് നിങ്ങൾ. ആ സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്കൊപ്പം എനിക്കും സാധിച്ചുവല്ലോ. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സദസ്സിനെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിനുവേണ്ടി ആരൊക്കെ എന്തൊക്കെ സഹായം കൊടുത്തുവോ അല്ലാഹുവേ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഞങ്ങൾ ഇരുന്നത് പോലെ, ഈ പുണ്യകർമ്മത്തിന് ഞങ്ങൾ സാക്ഷികളായതുപോലെ, ഞങ്ങൾ സ്നേഹിച്ച തങ്ങളെ ഞങ്ങൾ അനുസ്മരിച്ചു. നമ്മൾ അനുസ്മരിക്കുന്ന വ്യക്തിയോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ്. അഹ്ലു ബൈത്തിന്റെ കണ്ണിയാണ്. അവർക്കൊപ്പം സ്വർഗത്തിൽ ഇതുപോലെ സന്തോഷിച്ചിരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ എന്ന ഹൃദയനിർഭരമായ പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊരു സൽക്കർമ്മമായി നമ്മൾ ഇത് കബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.